ഈ സ്ത്രീക്ക് എന്താണ് ഇവർ പോയിന്റ് വിട്ട് സംസാരിക്കുന്നത്? ഈ കൊച്ചു എന്തൊക്കെയാ ഈ പറയുന്നത്? തുടക്കം തന്നെ ലക്ഷണക്കേടാ. പരസ്പര റെസ്പെക്ട് വേണം, പരസ്പര റെസ്പെക്ട് പഠിപ്പിക്കാനല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം അത് നല്ല അടികൊള്ളാത്തതിന്റെ ഇല്ലേ തന്നെ ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കുന്നതിനോട് വലിയ പാടുപെട്ടാണ് സെക്സ് ചെയ്യുന്നതെന്നാണ് പൊതുവിൽ സ്ത്രീകളുടെ ഒരു അഭിപ്രായം. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. ഇങ്ങനെ ഒരു ആധികാരികമായിട്ട് ജനറലൈസ് ചെയ്ത് ഞാൻ ആധികാരികമാണ്. വായന വേണം, നമുക്ക് കുറച്ച് പരന്ന വായനയാവാം. എന്തോ പേര് അനുശ്രീ എന്നല്ലേ? ഈഗോ തലയ്ക്കാത്ത അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. വായനയിലൂടെ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളാണോ ശാരീരിക്കുള്ള കിട്ടുന്നത്? ഞാൻ പറയണ്ട എവിടെയാണെന്ന് പറയും, ആരോടാണെങ്കിലും പറയും. മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. നല്ല പുരുഷന്മാരെയും നല്ല പുരുഷന്മാരാണോ സെക്സിന് വേണ്ടിയിട്ട് മറ്റു സ്ത്രീകളെ സമീപിക്കുന്നത്? അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. സെക്സിന് വേണ്ടി സ്ത്രീകളെ താങ്കളുടെ ഹസ്ബൻഡ് സെക്സിന് വേണ്ടി മറ്റു സ്ത്രീകളെ സമീപിച്ച നല്ല പുരുഷന് താങ്കൾ ലേവലോട് ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നണേ. ഇയാളോട് എങ്ങോട്ടെങ്കിലും പോവാൻ പറയാൻ തീരുമാനിച്ചേ. വിവാഹിതരല്ലാത്ത പുരുഷന്മാരാണെങ്കിലും വിവാഹിതരായ പുരുഷന്മാരാണെങ്കിലും ഒരു സ്ത്രീയെ അതിന് വേണ്ടി പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന ഒരു തെറ്റ് തന്നെയാണ്. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? വേണ്ട. പറയൂ, എന്താണ് ഈ ആർഷഭാരത സംസ്കാരത്തിൽ സ്ത്രീകളെ രാജ്ഞങ്ങളായിരിക്കല്ലേ വെച്ചിരുന്നത്? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ചാരികല്ലേ പറഞ്ഞു നമ്മളത് ആർഷഭാരത സംസ്കാരമാണ്, സ്ത്രീകളെ അങ്ങനെ സെക്സ് ലേബർ ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ അടിമകളാക്കി ഒരു വേൾഡ് വാറിന് സാധ്യത കാണുന്നു. ഞാൻ ശാരിക പറഞ്ഞതിന് എന്നെ പോലെ ഒച്ച ഉണ്ടാക്കുന്നത്. അപ്പൊ ശാരിക ചെയ്യുന്നത് മോശമാണെന്ന് അറിയാം. എന്ത് പറഞ്ഞാൽ അമ്മയ്ക്കൊക്കെ ഒരു കുഴപ്പമില്ല. ഇത് വിടി. ഈ സ്ത്രീക്ക് എന്താണ് ഇവർ പോയിന്റ് വിട്ട് സംസാരിക്കുന്നത്? ഈ കൊച്ചു എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ കൊച്ചു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആർഷഭാരത സംസ്കാരം. ഇതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഞാനിപ്പോ ആ സെന്റൻസ് പറഞ്ഞ് പൂർത്തീകരിച്ചില്ല. അതിന്റെ ഇടയ്ക്ക് ശാരിക എന്തിനാണ് ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കുന്നത്? സ്പീഡുള്ള ആളാണ്, അതുകൊണ്ടാണ്. നിങ്ങൾ തൽക്കാലം ക്ഷമിക്കൂ. പറഞ്ഞത് തമാശക്കാണ്. കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. സംവാദം പലതരത്തിലൊന്നും അല്ല. സംവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഫേമസ് സംവാദിയാണോ? എല്ലാ ഡെഫിനിഷനോ എന്ന് പറയും. എന്താണ് സംവാദം? ഇതാണ് ശാരികയുടെ പ്രശ്നം. ഇത് ഒരു നിലയ്ക്ക് പോകാൻ തോന്നുന്നില്ല. പ്രേക്ഷകരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒച്ചകൂട്ടി പ്രേക്ഷകരുടെ തെറിയിട്ട ആളാണ് ഞാൻ. നിങ്ങൾ എന്തായി പറയുന്നത്? അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഞാൻ അവരുടെ തെറിയാണോ? മൊത്തത്തിൽ എന്നെ ഏറെ പറത്തിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്? അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. പറക്കുന്നത് ശാരിക്ക് വളരെ ഇഷ്ടമാണെന്നും അതിൽ അഡിക്റ്റ് ആയെന്നും എനിക്ക് പലപ്പോഴും തോന്നി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ശാരിക എങ്ങനെയാണ് ജീവിക്കുന്നത്? അലറി വിളിച്ചും ബഹളം വെച്ചും വ്യൂസ് കൂട്ടി അതിൽ നിന്നുള്ള കാശ് കൊണ്ടാണ് ശാരിക ജീവിക്കുന്നത്. അതെ, വയറ്റിപ്പഴപ്പല്ലേ. അധര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാളമൊക്കെ അറിയാം. അപ്പൊ ഞാൻ ഇത്രയും നേരം എന്തോ സംസാരിച്ചത് ചൈനീസ് ഭാഷയിലാണോ നിങ്ങളോട് സംസാരിച്ചത്? അവക്ക് പണി കിട്ടി.